അടുത്തതാണ് ഇൻഫെർട്ടിലിറ്റി. സോ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടികളെ ജന്മം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി. അതിന് പല കാരണങ്ങളാവാം. സോ നമ്മുടെ ഒരുപാട് കപ്പിൾസ് ഈ ലോകത്തെല്ലായിടത്തും, ഈ ഒരുപാട് കപ്പിൾസ് ഇന്ത്യ അടക്കമുള്ള ഈ ലോകത്തെല്ലായിടത്തും ഒരുപാട് കപ്പിൾസിന് ഇതുപോലെ അൺഎബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ, കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു ഇതുണ്ട്. അതാണ് ഇൻഫെർട്ടിലിറ്റി. എന്നിട്ടും എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഒരുമിച്ച് അവർ സെക്ഷലി ഒരുമിച്ചാണ് കോഹാബിറ്റേഷൻ, സെക്ഷൽ കോഹാബിറ്റേഷൻ ഒരുമിച്ച് താമസിച്ച് ജീവിച്ചിട്ടും അവർക്ക്, അതുപോലെ അവർ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ അവർ ജീവിച്ചിട്ട് പോലും അവർക്ക് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ, അതാണ് ഇൻഫെർട്ടിലിറ്റി. സോ സാധാരണ രണ്ടുപേരും ഒരുമിച്ച് അല്ലെങ്കിൽ നമുക്ക് റീസൺസ് പറയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം. ഇത് രണ്ടുപേരും പരസ്പരം ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്ക് രണ്ടുപേർക്കും വേറെ സെക്ഷൽ കോഹാബിറ്റേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ഇൻ്റർകോഴ്സിൽ അവർ ഒരു തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സും യൂസ് ചെയ്യാണ്ടും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അവരുടെ എല്ലാ സെക്സുകളും, എന്നിട്ടും അവർക്ക് ഒരു കുട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, കുട്ടികളെ ജന്മം നൽകാൻ പറ്റാത്ത ഒരവസ്ഥ, അതാണ് ഇൻഫെർട്ടിലിറ്റി. സോ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഈ ലോകത്തുള്ള ഒരുപാട് കപ്പിൾസിന് ഈ ഒരവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കൂടിക്കൂടി വരികയാണ്. സോ അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റിക്ക് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ അൺഎബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ എന്നാണ് ഇൻഫെർട്ടിലിറ്റിയുടെ അർത്ഥം. സോ അതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്തത് ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം. എന്തെങ്കിലും റീപ്രൊഡക്റ്റീവ് ഏരിയാസിലുള്ള, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പാർട്സിലുള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ് ആയിരിക്കാം, എന്തെങ്കിലും ചെറിയ മൈനർ പ്രോബ്ലംസ് ആയിരിക്കാം, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺജനിറ്റൽ ഡിസീസുകളായിരിക്കാം. കൺജനിറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെയുള്ള ചില ഡിസീസുകൾ, ചില ജന്മനാ ഉള്ള ഡിസീസുകൾ ഒരുപക്ഷെ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് മാറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അതുപോലത്തെ ഡിസീസുകളായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ ഉപയോഗമായിരിക്കാം. സോ ചില ഡ്രഗ്സുകൾ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഇൻഫെർട്ടൈലായിട്ട് മാറിപ്പോവും. സോ ഡ്രഗ്സിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കലായിട്ട് കോമ്പിറ്റൻ്റ് ആവാൻ പറ്റാത്ത, അതായത് കറക്റ്റ് ലെവലിൽ സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ, ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ടും അവരുടെ ബോഡിയിൽ ഇല്ലാണ്ട് വരിക. സോ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അതുപോലെ ഈവൻ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. സോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇതുപോലെ പല റീസൺസ് കൊണ്ട് ഒരുപാട് കപ്പിൾസ് ഇന്ത്യ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഈവൻ സെക്ഷൽ കോഹാബിറ്റേഷനിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിലൂടെ അവർ ജീവിച്ചിട്ട് പോലും അവർക്ക് അൺഎബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അതിന് റീസൺസ് പറയുന്നത് ഒന്നുകിൽ ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം, ജന്മനായുള്ള ഏതെങ്കിലും കൺജനിറ്റൽ ഡിസീസുകളായിരിക്കാം, ഡ്രഗ്സിൻ്റെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. സോ ഈ ഒരു പ്രോബ്ലംസിൽ നിന്നൊക്കെ പുറത്തു വരണമെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ഹെൽത്ത് കെയർ യൂണിറ്റുകളുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ, ഇങ്ങനത്തെ കപ്പിൾസിനെ സഹായിക്കാനായിട്ട് ഒരുപാട് ഹെൽത്ത് കെയർ യൂണിറ്റുകൾ. അതുപോലെ ദേ ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്. സോ ഇവിടെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം അവരുടെ ഈ പറഞ്ഞ റീസണുകളിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസണാണോ അവർ കറക്റ്റായിട്ടുള്ള അവരെ ഡയഗ്നോസ് ചെയ്യുക, അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ദേ എനേബിൾ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. സോ ഹെൽത്ത് കെയർ യൂണിറ്റുകൾ അഥവാ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ ഇതുപോലത്തെ കപ്പിൾസിന് അവർക്ക് ചെന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, ചിലപ്പോൾ ചില മൈനർ പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ വല്ല മെഡിസിൻസ് കഴിച്ചാൽ മാറുന്ന പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ വല്ല ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറുന്ന പ്രോബ്ലം ആയിരിക്കും. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഇവർക്ക് ഇതുപോലെ ഹെൽത്ത് കെയർ സെൻറ്ററുകളിലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള യൂണിറ്റുകളുണ്ട്. അതാണ് ഹെൽത്ത് കെയർ ക്ലിനിക്കുകളും അതുപോലെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും. ഇനി ഇതുപോലത്തെ കറക്ഷൻസ് ഒട്ടും സാധ്യമല്ലാത്ത കപ്പിൾസുണ്ട്. സോ ഇങ്ങനത്തെ കറക്ഷൻസ് നമ്മൾ പറയുന്ന എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ ഹോർമോണൽ അപ്ലിക്കേഷനോ അല്ലെങ്കിൽ അവർ പറയുന്ന പല മെത്തഡോളജികളിലൂടെ ആ പീരീഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഗുലറാക്കി കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട്, അതിൻ്റെ മോട്ടിലിറ്റി എല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഇത് ഒരു പരിധി വരെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലും അതുപോലെ ഹെൽത്ത് കെയർ യൂണിറ്റുകൾക്കൊക്കെ ഈ കപ്പിൾസിന് അഡ്വൈസ് ചെയ്ത് അതിനനുസരിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. എന്നിട്ടും ഇത്രയും ഇത് കഴിഞ്ഞിട്ടും പറ്റാത്ത ആളുകളുണ്ട്. എന്നിട്ടും അവർക്ക് വേർ സച്ച് കറക്ഷൻസ് ആർ നോട്ട് പോസിബിൾ. ഇതുപോലത്തെ കറക്ഷൻസ് കൊണ്ടൊന്നും ശരിയാവാത്ത
കപ്പിൾസ് ഉണ്ട്. അവർക്ക് എന്ത് വേണം? കപ്പിൾസ് അസിസ്റ്റഡ് ടു ഹാവ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ ടെക്നിക്. സോ നോർമൽ മെത്തേഡിലൂടെ പറ്റില്ല, അവർക്ക് സ്പെഷ്യൽ ടെക്നിക്കുകളിലൂടെ മാത്രമേ ഒരു കുഞ്ഞിനെ ജന്മം ധരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ടെക്നിക്കുകൾ വേണം. അങ്ങനത്തെ കപ്പിൾസിന് സ്പെഷ്യൽ ടെക്നിക്കുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഒരു കുഞ്ഞിന് ബർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടെക്നിക്കുകളെ വിളിക്കുന്നവരാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അഥവാ ARTS, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഈ റിപ്രൊഡക്ഷനെ സഹായിക്കുന്ന അസിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ വഴി ചില എന്താ പറയുക മോഡേൺ മെഡിസിൻ്റെ ടെക്നോളജി മൂലമുണ്ടാകുന്ന ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അതിലൊന്നാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അഥവാ ART. ഇതിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഇതുപോലത്തെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അങ്ങനത്തെ അതുപോലത്തെ ഈ കറക്ഷൻസ് കൊണ്ടൊന്നും ശരിയാവാത്ത കപ്പിൾസിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നെങ്കിൽ, ഒരു ബർത്ത് ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാം. അതാണ് ART, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ഗിഫ്റ്റ് ഗാമറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1 by 1 പഠിക്കും. ആദ്യത്തെയാണ് IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി എന്നർത്ഥം. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന്. ഇൻസൈഡ് ദ ബോഡി നാച്ചുറൽ ഉള്ളതിനൊക്കെ നമ്മൾ ഇൻ വൈവോ എന്നും ഔട്ട്സൈഡ് ദ ബോഡി ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഇൻ വിട്രോ എന്നും പറയുന്നു. ഔട്ട്സൈഡ് ദ ബോഡി ആർട്ടിഫിഷ്യലായിട്ട്. സോ ആദ്യത്തെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ ഇതെവിടെയാണ് ക്യാരിഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ബോഡിയുടെ പുറത്ത്, നമ്മുടെ റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകളുടെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഔട്ട്സൈഡ് ദ ബോഡി ക്യാരി ഔട്ട് ചെയ്യുമ്പോഴാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. സോ ഔട്ട്സൈഡ് ദ ബോഡിയാണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസൈഡ് ദ ബോഡി എന്തൊക്കെ കണ്ടീഷൻസ് ആണോ ഉണ്ടായിരുന്നത് അതേ കണ്ടീഷൻസ് മാക്സിമം ഔട്ട്സൈഡ് ദ ബോഡി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തുക. സോ ഔട്ട്സൈഡ് ദ ബോഡി ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് വിത്ത് ഇൻ ദ ബോഡി. ഇൻ വൈവോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള സിമിലർ കണ്ടീഷൻസ് പുറത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുക. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. സോ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. സോ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ആ ഫെർട്ടിലൈസ്ഡ് കഴിഞ്ഞ ആ സൈഗോട്ടിൻ്റെ അതിൽ എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എംബ്രിയോ ട്രാൻസ്ഫർ ഇൻ ടു ദ ഫീമെയിൽ യൂട്രസ്. സോ ഫീമെയിൽ യൂട്രസിലേക്ക് എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് എംബ്രിയോ ഇതൊക്കെ പറ്റാത്ത ആളുകളിൽ അങ്ങനത്തെ ഇതിൽ എന്ത് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി നടത്തിക്കൊണ്ട് അതിൽ സൈഗോട്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് എംബ്രിയോ ആകുമ്പോൾ അതിനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോഡ് ബൈ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, എംബ്രിയോ ട്രാൻസ്ഫർ. എംബ്രിയോ ട്രാൻസ്ഫർ എവിടെയാണ്? ഫീമെയിലിൻ്റെ യൂട്രസ്. ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഫീമെയിൽ ബോഡിയിലായിരിക്കും. സോ ഫെർട്ടിലൈസേഷൻ വരെയുള്ള സ്റ്റെപ്പുകൾ ഔട്ട്സൈഡ് ദ ബോഡി, അത് കഴിഞ്ഞ് എംബ്രിയോ ഉണ്ടായ ഔട്ട്സൈഡ് ദ ബോഡി ഫോം ചെയ്ത എംബ്രിയോനെ ഫീമെയിൽ ബോഡിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എംബ്രിയോ ട്രാൻസ്ഫർ അത് യൂട്രസിലേക്ക്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എൻ്റെ വേറൊരു പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന്. സോ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കപ്പിൾസ് ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നല്ല, ഈ ലോകത്തെല്ലായിടത്തും ഒരുപാട് കപ്പിൾസിന് കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, ഫെർട്ടൈലാണെന്ന് തോന്നുന്നു. സോ അതിന് കറക്റ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ പറഞ്ഞ IVF. നമ്മുടെ ഈ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഇതുപോലെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന് കപ്പിൾസിൽ ഏറ്റവും കൂടുതൽ ബ്ലെയിം, ഒരു കുറ്റം കേൾക്കേണ്ടി വരുന്നത് ഫീമെയിലാണ്. അങ്ങനെ ഒരു പ്രവണതയുണ്ട് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഫീമെയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കാരണം ഇരിക്കുന്നത് അതിൽ മെയിലായിരിക്കും. ഇപ്പം നമ്മൾക്കറിയാം രണ്ടുപേരുടെയും ആ റോളുകൾ എന്താണെന്നറിയാം. സോ അതിൻ്റെ കാരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് മെയിലായിരിക്കാം. മെയിലിലെ സ്പേം പ്രൊഡക്ഷനോ സ്പേമിൻ്റെ കൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റിയോ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കാം കാരണം. പക്ഷെ കൂടുതലായിട്ടും ബ്ലെയിം ചെയ്യപ്പെടുന്നത് ആരെയാണ്? ഫീമെയിലിനെയാണ്. സോ അതിൽ ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഇൻഫെർട്ടിൽ ആയിട്ടുള്ള അങ്ങനത്തെ കപ്പിൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഒരു മെത്തേഡാണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ക്യാരിഡ് സിമിലർ ബോഡി കണ്ടീഷൻസ്, ഉള്ളിലുള്ള സിമിലർ ബോഡി കണ്ടീഷൻസ് ഔട്ട്സൈഡ് ദ ബോഡി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ അനുവദിക്കുകയും
ആ ഫെർട്ടിലൈസേഷന് കഴിഞ്ഞ് കിട്ടുന്ന എംബ്രിയോനെ ഫീമെയിൽ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫർദർ ഡെവലപ്മെൻറ്റൊക്കെ ഫീമെയിൽ ബോഡിയിൽ നടക്കുകയും ചെയ്യുന്നു. സോ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഓവ ഫ്രം വൈഫ്, സോ ഒന്നുകിൽ ഭാര്യയിൽ നിന്ന്, അവരുടെ ആ ഫീമെയിൽ പാർട്ട്ണറിൽ നിന്ന് ഓവ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പേം ഫ്രം ഹസ്ബൻഡ്. അതുപോലെ ഭാര്യയിൽ നിന്ന് ഓവയും അതുപോലെ ഹസ്ബൻഡിൽ നിന്ന് സ്പേമിനെയും കളക്ട് ചെയ്യുന്നു ഔട്ട്സൈഡ് ദ ബോഡി. ഇനി ഓവ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഡോണർ ഫീമെയിൽ നിന്ന്, വേറൊരു ഫീമെയിൽ നിന്ന് ഓവത്തിനെ കളക്ട് ചെയ്യാം. അതുപോലെ സ്പേം ഇനഫ് എമൗണ്ട് ഓഫ് സ്പേം കൗണ്ട് ഇല്ല, മോട്ടിലിറ്റി ഇല്ലാത്തതാണെങ്കിൽ ആ ഹസ്ബൻഡിന് പകരം വേറൊരു മെയിൽ നിന്ന് ഡോണർ, മെയിൽ നിന്ന് സ്പേം കളക്ട് ചെയ്യാം. സോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഓവ ഫ്രം വൈഫ്, വൈഫിൽ നിന്ന് ഓവ അല്ലെങ്കിൽ ഒരു ഡോണർ ഫീമെയിൽ നിന്ന്, അതുപോലെ സ്പേം ഐദർ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡോണർ മെയിൽ നിന്ന്, ഈ രണ്ടും ഓവയും സ്പേമും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് രണ്ടും കൂടി കളക്ട് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്ത്, രണ്ടും കൂടി എന്ത് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്ത് അവരെ സൈഗോട്ട് ഉണ്ടാക്കുന്നു. സോ രണ്ടുപേരും കൂടി യോജിപ്പിച്ച് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ അണ്ടർ ദ സ്റ്റിമുലേറ്റഡ് കണ്ടീഷൻ, അതിന് എന്താണോ ഇൻസൈഡ് ദ ബോഡി ആ കണ്ടീഷൻസ്, അതേ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ദ ബോഡി ലബോറട്ടറിയിൽ വെച്ചിട്ട് ഓവ ഫ്രം വൈഫും അല്ലെങ്കിൽ ഡോണർ ഫീമെയിൽ അല്ലെങ്കിൽ സ്പേം ഫ്രം ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡോണർ മെയിലിൽ നിന്ന് ഓവയും സ്പേമും നമ്മൾ കളക്ട് ചെയ്ത് അതിനെ ലബോറട്ടറിയിൽ അണ്ടർ ഒരു കറക്റ്റായിട്ടുള്ള ഇൻസൈഡ് ദ ബോഡിയിൽ കൊടുക്കുന്ന അതുപോലത്തെ സ്റ്റിമുലേറ്റഡ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് രണ്ടും കൂടി കളക്ട് ചെയ്ത് അതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ യോജിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് കളക്റ്റഡ് ആൻഡ് ഇൻഡ്യൂസ്ഡ്. അവരെ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കാനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതെന്തായി മാറുന്നു, സൈഗോട്ടായിട്ട് മാറുന്നു. ഇതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഈ സൈഗോട്ടിൻ്റെ ലേറ്റർ സ്റ്റേജസിൽ അത് എംബ്രിയോ ആയിട്ട് മാറി ആ എംബ്രിയോനെ പിന്നെ ഫീമെയിൽ ബോഡിക്ക് എംബ്രിയോ ട്രാൻസ്ഫർ, അതാണ് IVF ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. ഈ എംബ്രിയോനെ ഇവിടെ ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.